വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. ഓൺലൈൻ ചോക്ക് ബോർഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓൺലൈൻ ചോക്ക് ബോർഡിൽ PSC ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സാധാരണയായി കണ്ടുവരുന്ന മാത്തമാറ്റിക്സിലെ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള ഞങ്ങളുടെ വീഡിയോകൾ ഉടനടി ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇന്ന് എക്സ്പോണൻസ് അഥവാ കൃത്യംഗങ്ങൾ എന്ന പാഠമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായി തന്നെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഏത് PSC ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുവാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാനും വളരെ വേഗത്തിൽ ആൻസർ ചെയ്യാനും പറ്റുന്ന ഒരു പാഠഭാഗമാണ് എക്സ്പോണൻസ് അഥവാ കൃത്യംഗങ്ങൾ എന്നുള്ളത്. അപ്പം അതിനകത്തെ നിയമങ്ങൾ അഥവാ കൃത്യംഗ നിയമങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുവാൻ പോകുന്നത്. എക്സ്പോണൻസ് ആദ്യമായി ഒന്ന് നോക്കാം. എന്താണ് എക്സ്പോണൻസ്? അല്ലെങ്കിൽ കൃത്യംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമുക്കൊരു നമ്പറിനെ ഒരു സംഖ്യേനെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു സംഖ്യേനെ റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ആവർത്തിച്ച് ഗുണിക്കുവാനായിട്ട് നമ്മളിപ്പോൾ നോക്കാം. 2 എന്ന സംഖ്യേനെ നമുക്ക് 5 പ്രാവശ്യം ഗുണിക്കണം. അതായത് 2 ഗുണം 2 ഗുണം 2 ഗുണം 2 ഗുണം 2. അതായത് 2 എന്ന് പറയുന്ന സംഖ്യ നമ്മളിവിടെ 5 പ്രാവശ്യം ഗുണിച്ചിരിക്കുവാണ്. അതായത് ഈ 2 എന്ന് പറയുന്ന സംഖ്യ എത്ര പ്രാവശ്യം ഗുണിച്ചിട്ടുണ്ട്? 5 പ്രാവശ്യം ഗുണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. 2⁵5. അതായത് 2 എന്ന സംഖ്യ 5 പ്രാവശ്യം ഗുണിച്ചിരിക്കുകയാണ്. ഈ 2-നെയാണ് നമ്മൾ സാധാരണ ബേസ് എന്ന് പറയും. ഈ 5-നെയാണ് എക്സ്പോണൻറ്റ് അല്ലെങ്കിൽ കൃത്യംഗം അല്ലെ പവർ, ഈ ഒരു പേരുകളിലൊക്കെ നമ്മൾ അറിയപ്പെടുന്നത്. ഈ 5 അല്ലെങ്കിൽ ഈ മേളിൽ എഴുതുന്നതാണ്. ഇത് എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, എത്ര ടൈംസ് ഗുണിക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ മുകളിൽ നമ്മൾ എഴുതുന്നത്. അതുപോലെ തന്നെ താഴെയുള്ളത് ഏത് സംഖ്യേനെയാണോ ഗുണിക്കുന്നത് അതാണ് താഴെ എഴുതുന്നത്. അപ്പോൾ നമുക്കതുപോലെ തന്നെ വേറെ ഒരെണ്ണം നോക്കാം. ഇപ്പം 4³ ഇതിൻ്റെ മീനിങ് എന്താണ്? 4³ ഇത് 4⁵3 എന്നാണ് പറയുന്നത്. 3നെ നമ്മൾ ക്യൂബ് എന്നാണ് വിളിക്കാറുള്ളത്. അപ്പം 4⁵3 എന്ന് പറഞ്ഞാൽ 4 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 4. അപ്പം ഇതിനെയാണ് നമ്മൾ 4⁵3 എന്ന് എഴുതുന്നത്. ഇതുപോലെ നമുക്ക് ഏതൊരു സംഖ്യേനെയും 10² 10 × 10. ഇനി 7 × 7 എന്ന് പറയുന്നത് ഇതിനെങ്ങനെ എഴുതാം? നമുക്ക് എത്ര 7 ഉണ്ട് ഇവിടെ? 1 2 3 4 5 ഉണ്ട്. 5 ടൈംസ് 7 ഗുണിച്ചിരിക്കുവാണ്. അപ്പോൾ നമുക്ക് 7⁵5 എന്ന് എഴുതാം. അതായത് ഒരു സംഖ്യേനെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് അതായത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതിനെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ ഷോർട്ട് നൊട്ടേഷനിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതിനെയാണ് എക്സ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി ഈ എക്സ്പോണൻസിന് തമ്മിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്പോണൻസിൻ്റെ ചാപ്റ്ററിൽ സാധാരണയായിട്ട് ചോദിക്കുന്നത് കുറച്ച് അഡീഷനും സബ്ട്രാക്ഷനൊക്കെ ഇട്ട് എക്സ്പോണൻഷ്യൽ ഫോമിൽ തന്നിട്ട് അത് സിംപ്ലിഫൈ ചെയ്യുക, ലഘൂകരിക്കുക എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് തരാറുള്ളത്. അപ്പോൾ നമുക്കത് അറിയണമെങ്കിൽ ഈ ഒരു എക്സ്പോണൻസിൻ്റെ ലോസ് അല്ലെങ്കിൽ നിയമങ്ങൾ, ഈ ഒരു കൃത്യംഗങ്ങളിലെ നിയമങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ആ ഒരു നിയമങ്ങളിലേക്ക് കടക്കാം. കൃത്യംഗ നിയമങ്ങൾ, ലോസ് ഓഫ് എക്സ്പോണൻസ്. ആദ്യമായിട്ട് ഏതൊരു സംഖ്യയുടെയും ഫസ്റ്റ് പവർ എന്ന് പറയുന്നത് ആ ഒരു സംഖ്യ തന്നെയായിരിക്കും. ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഏതൊരു സംഖ്യയുടെയും ഫസ്റ്റ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഖ്യ തന്നെയായിരിക്കും. ഇപ്പം നമുക്ക് 2⁻1 എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. അതുപോലെ തന്നെ 10⁻1 എന്ന് പറഞ്ഞാൽ 10 ആയിരിക്കും. 100⁻1 എന്ന് പറഞ്ഞാൽ 100 ആയിരിക്കും. അതുപോലെ ഏതൊരു സംഖ്യയുടെ ⁻1 അല്ലെങ്കിൽ ഫസ്റ്റ് പവറിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ എക്സ്പോണൻറ്റ് 1 ആണെങ്കിൽ ആ സംഖ്യ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതാണ് ഒന്നാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. a⁻1 = a എന്ന് പറയുന്നത്. അതായത്
ആദ്യം നമ്മൾ പഠിച്ചു a⁻1 = a എന്നുള്ളത്. ഇനി അടുത്തത് a⁻0. a എന്ന് പറയുന്ന ഒരു ജനറൽ നൊട്ടേഷനായിട്ട് എഴുതിയെന്നേ ഉള്ളൂ, ജനറൽ ഫോമിൽ കണ്ടെന്ന് എഴുതിയെന്നേ ഉള്ളൂ. a⁻0, അതായത് ഏതൊരു നമ്പറിൻ്റെയും പവർ 0 ആവുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ 1 ആയിരിക്കും. ശ്രദ്ധിക്കണം, നമുക്ക് സംശയം വരാറുണ്ട്. 0, അതായത് ഇപ്പം 2⁻0 ആൻസർ 1 ആയിരിക്കും. 17⁻0 ആൻസർ 1 ആയിരിക്കും. 101⁻0 = 1 ആയിരിക്കും. അതായത് ഏതൊരു നമ്പറിൻ്റെയും പവർ 0 ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അതായത് a⁻0 = 1. ഇനി നമുക്ക് രണ്ട് കൃത്യങ്കങ്ങളെ, രണ്ട് എക്സ്പൊണൻഷ്യൽ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഗുണിക്കുവാനായിട്ട് തന്നിരിക്കുകയെന്ന് വിചാരിക്കാം. ഒരു നമ്പർ a⁻m ഒരു നമ്പർ a⁻n ആണെന്ന് വിചാരിക്കുക. അതായത് സെയിം ബേസിൽ വരുന്ന നമ്പേഴ്സ്, ഇവിടെ a ആണ്, ഇവിടെ a ആണ്. ഇവിടെ ഈ എക്സ്പൊണൻസുകൾക്ക് മാത്രമേ ഉള്ളൂ വ്യത്യാസമുള്ളൂ, പവേഴ്സിന് മാത്രമേ വ്യത്യാസമുള്ളൂ. എമ്മും എന്നും ആണ്. ഇത് ബേസ് സെയിം ആണ്. അപ്പം ബേസ് സെയിമും പവേഴ്സ് ഡിഫറൻറ്റുമായിട്ട് വന്നിരിക്കുന്ന ഒരു രണ്ട് എക്സ്പൊണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത് രണ്ട് എക്സ്പൊണൻഷ്യൽ ഫോമിലുള്ള നമ്പേഴ്സാണിത്. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ നേരമുള്ള ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് a⁻m + n ആണ്. a⁻m × a⁻n = a⁻m + n. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 5⁴ × 5⁴ = ഇവിടെ 5 ആണ്, ബേസുകൾ ഈക്വൽ ആണ്. ഇവിടെ പവേഴ്സ് 4ഉം 2 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ഫോർമുല വെച്ചിട്ട് വരുമ്പോൾ 5⁴ + 2 എന്ന് പറയുന്നത് എത്രയാണ്? = 5�6. ഇനി 5�6 എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഓപ്ഷൻസിലുള്ളത് ഇതിൻ്റെ വാല്യൂ ആയിരിക്കും ഉള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. 5�6 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 × 5 × 5 × 5 × 5 × 5 ആണ്. അതായത് 5 6 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 5�6 എന്നുള്ളത്. ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഗുണിച്ച് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പം അങ്ങനെയാണ് 5⁴ × 5⁻2 ആൻസർ കണ്ടുപിടിക്കുന്നത്. ഒരു എക്സാമ്പിളോടെ നോക്കാം. 10⁻3 × 10⁻5. ഇതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒരു റൂള് വെച്ചിട്ട് 10⁻3 + 5, അതായത് 10⁻8. 10⁻8 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാം? 10 × 10 × 10 അങ്ങനെ 10 8 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. 10 × 8 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. 10 ഒക്കെ 8 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. 1 എഴുതുക, എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കി എഴുതുക. ഇവിടെ ഉറപ്പായിട്ടും 10 8 ടൈംസ് എഴുതിയിട്ടുണ്ട്, 8 സീറോസ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. അപ്പം ഇതുപോലെ രണ്ട് സംഖ്യകൾ, ഇതുപോലെ ബേസ് ഈക്വൽ ആയിട്ടുള്ള രണ്ട് സംഖ്യകൾ തന്നിട്ട്, പവേഴ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് സംഖ്യകൾ തന്നിട്ട് അത് ഗുണിക്കുവാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് a⁻m + n എന്നുള്ള ഫോർമുലയിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് അടുത്തതായിട്ട് നമ്മൾ പഠിച്ചതാണ് a⁻m × a⁻n = a⁻m + n. ഇനി അടുത്തത് ഡിവിഷൻ റൂളാണ്. ഡിവിഷൻ റൂളിൽ ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾ a⁻m ഉം a⁻n ആണ് രണ്ട് എക്സ്പൊണൻഷ്യൽ നമ്പേഴ്സായിട്ട് എടുത്തത്. അപ്പോൾ ഇവിടെ നമുക്ക് a⁻m / a⁻n നേരത്തെ മൾട്ടിപ്ലിക്കേഷനിൽ ആഡ് ചെയ്യുക ചെയ്തിരുന്നത്, ഇവിടെ വരുമ്പോൾ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യണം. അതായത് a⁻m - n ആയിരിക്കും. a⁻m
മൈനസ് എൻ. അതിന് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. 6⁴ ഡിവൈഡഡ് ബൈ 6⁴. ഇങ്ങനെയാണെങ്കിൽ 6⁴ ഡിവൈഡഡ് ബൈ 6⁴ ആണ്. അതായത് 6 ഇവിടുത്തെ ഈ ഒരു റൂൾ അനുസരിച്ചിട്ട് m മൈനസ് n. അപ്പോൾ 4 മൈനസ് 2 ഇസ് ഈക്വൽ ടു എന്ത് വരും? 6⁴ മൈനസ് 2 ആണ്. അതായത് 6 × 6 എന്ന് പറയുന്നത് 36 വരും. 36 വരും. ഇതുപോലെ നമുക്ക് മറ്റൊരു എക്സാമ്പിളോട് നോക്കാം. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ക്ലിയർ ആണല്ലോ. 6⁴ ഡിവൈഡഡ് ബൈ 6⁴ എന്ന് പറഞ്ഞാൽ 6⁴ മൈനസ് 2. അതായത് ഈ ഒരു ലോ ഉള്ളത് കൊണ്ടാണ്, ഈ ഒരു നിയമം ഇങ്ങനെയുണ്ട്. ഹരിക്കുമ്പോൾ a⁻m ഡിവൈഡഡ് ബൈ a⁻n ഈസ് ഈക്വൽ ടു a⁻m മൈനസ് n ആണ്. അപ്പോൾ 6⁴ മൈനസ് 2 എന്ന് പറയുമ്പോൾ 6² 6 × 6² എന്ന് പറയുമ്പോൾ 6 × 6 അത് 36 ആണ്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 11�8 ഡിവൈഡഡ് ബൈ 11⁵. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. 11�8 മൈനസ് 5 ഇസ് ഈക്വൽ ടു 11�8 മൈനസ് 5 3. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 11 × 11 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 11 × 11 121 ആണ്. 121 × 11 എത്രയാണെന്ന് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ ആൻസർ കിട്ടും. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പഠിച്ചത് ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിച്ചത് a⁻m ഡിവൈഡഡ് ബൈ a⁻n ഈസ് ഈക്വൽ ടു a⁻m മൈനസ് n. ഇനി അടുത്തൊരു കാര്യമുള്ളത്, ചില ക്വസ്റ്റ്യൻസ് ഈ ഒരു ഫോമിലായിരിക്കും ഉള്ളത്. a⁻m n ഇങ്ങനെ ഒരു ഫോമിൽ തരാറുണ്ട്. അത് ഏതിൻ്റെയെങ്കിലും സ്ക്വയറോ അല്ലെങ്കിൽ ഏതിൻ്റെയെങ്കിലും ക്യൂബോ തന്നിട്ട് അതിൻ്റെ ഓൾ റേസ്റ്റ് തന്നിട്ട് ഒരു സംഖ്യയും കൂടെ തന്നിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എഴുതിയിട്ട് ഈ എമ്മിനെ n കൊണ്ട് ഗുണിക്കണം. a⁻m × n എന്നുള്ളതാണ് അതിൻ്റെ ഈ ഒരു നിയമത്തിൽ പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ഇതാണ്. 8⁵ ഈ ഒരു ഫോമിൽ കിടക്കുന്ന a⁻m n എന്നുള്ള ഫോമിൽ കിടക്കുന്ന 8⁵ അതായത് ഇതിന് നമുക്ക് ഈ ഒരു ഫോമിൽ ഈ ഒരു റൂൾ അനുസരിച്ചിട്ട് a⁻m × n അതായത് 3 × 2 8⁵ 3 × 2 ആൻസർ എന്ന് പറഞ്ഞാൽ 8⁵ 3 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6. അതായത് 8 6 ടൈംസ് ഗുണിച്ച് കഴിയുമ്പോൾ 8 എന്ന് പറയുന്നത് 6 പ്രാവശ്യം രണ്ട് 4 6 ഇത് 6 പ്രാവശ്യം ഗുണിച്ച് കഴിയുമ്പോൾ കിട്ടുന്നതായിരിക്കും അതിൻ്റെ ആൻസർ. ഈ ഒരു ഫോമിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. ഒരു എക്സാമ്പിളോട് നോക്കാം. 9�6 whole cube. 9�6 whole cube. ആൻസർ എന്ന് പറഞ്ഞാൽ 9�6 × 3 അതായത് 9�18 അതായിരിക്കും ആൻസർ എന്ന് പറഞ്ഞത്. 9�18. സാധാരണ PSC ക്വസ്റ്റ്യൻസിനൊന്നും ഇങ്ങനെ 18th പവറൊന്നും ആൻസറായിട്ട് കറക്റ്റ് വാല്യൂ ആയിട്ട് ചോദിക്കാറുണ്ടാവുകയില്ല. കാരണം അത് കുറച്ചുകൂടെ ടൈം എടുക്കുന്നതാണ് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ. എന്തായാലും 9�18 എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. 9�18 ആയിരിക്കും ആൻസർ വരുന്നത്. 9�18 എന്ന് പറഞ്ഞാൽ 9 18 പ്രാവശ്യം എഴുതി ഗുണിക്കുന്ന, അല്ലെങ്കിൽ 9 × 9 × 9 × അങ്ങനെ 18 പ്രാവശ്യം എഴുതി ഗുണിക്കുന്നതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ അടുത്തൊരു റൂള് പഠിച്ചതാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ച റൂള് അഞ്ചാമത്തത് a⁻m ഈസ് ഈക്വൽ ടു a⁻m × n. അടുത്തതായിട്ട് നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ
ഇപ്പം നമുക്ക് അടുത്തൊരു ടൈപ്പ്, അതായത് a raised to minus n ആണെന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. അതായത് നമ്മൾ a സ്ക്വയർ അല്ലെങ്കിൽ 2 സ്ക്വയർ എന്നൊക്കെ പറയുന്ന പോലെ 2 raised to 2 എന്നൊക്കെ പറയുന്ന പോലെ ഇത് a raised to minus n നെഗറ്റീവ് പവറാണ് വന്നിരിക്കുന്നത്. നെഗറ്റീവ് പവർ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഇതിനെ ഈ നെഗറ്റീവ് കളയാൻ വേണ്ടി, നെഗറ്റീവ് അല്ലാതെ സാധാരണ രീതിയിൽ എഴുതാൻ വേണ്ടി നമ്മളൊരു 1 divided by a raised to n, നമ്മൾ വ്യൂൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കലൊക്കെ എഴുതുന്നത് പോലെ ഇവിടെ ഇപ്പം ഈ മൈനസ് നമുക്ക് മാറിപ്പോവും. 1 by a raised to n എന്ന് വരും. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, a raised to നെഗറ്റീവ് പവർ വന്നു കഴിഞ്ഞാൽ അതിനെ 1 divided by a raised to n എന്ന് എഴുതുക. 4 raised to minus 3 ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? 1 by 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 divided by 4 into 4 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. 1 by 4 into 4 into 4 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1 divided by 4 into 4 16 into 4 64. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 3 raised to minus 2. 3 raised to minus 2 എന്ന് പറയുമ്പോൾ നമുക്കിതിനെ 1 by 3 സ്ക്വയർ എന്ന് എഴുതാം. 1 by 3 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by 3 into 3 is equal to 1 divided by 9 ആയിരിക്കും. അപ്പോൾ ഇതാണ് റൂള്. a raised to minus n is equal to 1 divided by a raised to n. അത് നമുക്കിപ്പോൾ ആറാമത്തെ ഒരു റൂളായിട്ട് നമുക്ക് എഴുതാം. a raised to minus n is equal to 1 divided by a raised to minus n is equal to 1 divided by a raised to n. അടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, a raised to 1 by 2. a raised to 1 by 2, അതായത് ഇതിൻ്റെ പവർ 1 by 2 ആയിട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എ ആയിരിക്കും. സ്ക്വയർ റൂട്ട് ഓഫ് എ. അപ്പോൾ നമ്മൾ ഓർത്താൽ മതി, ഏതൊരു സംഖ്യയുടെയും പവർ എന്ന് പറയുന്നത് 1 by 2 ആണെങ്കിൽ ആ ഒരു സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതിയാവും. ഇതുപോലെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ a raised to 1 by 3 ആണെങ്കിൽ ആ ഒരു സംഖ്യയുടെ ക്യൂബ് റൂട്ട്, അതായത് ക്യൂബ് റൂട്ട് കണ്ടുപിടിച്ചാൽ മതിയാവും. ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ, സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പം ഈ ഒരു സംഖ്യ ഏത് 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോഴാണ് ഈ എ കിട്ടുന്നത്, അതാണ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ ഏത് 3 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോഴാണ് ഈ എ കിട്ടുന്നത്, അതാണ് ക്യൂബ് റൂട്ട്. അതുപോലെ തന്നെ a raised to 1 by 4 എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് 4 റൂട്ട് എ എന്ന് എഴുതാൻ പറ്റും. അതായത് ഏത് 4 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോഴാണ് ഈ എ കിട്ടുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഓരോ എക്സാമ്പിൾസ് നോക്കാം. നമുക്ക് തരുക ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. 4 raised to 1 by 2. 4 raised to 1 by 2 എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 4 കണ്ടുപിടിച്ചാൽ മതിയാവും. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. 2 into 2 ആണ് 4 എന്ന് പറയുന്നത്. സ്ക്വയർ റൂട്ടാണ് 1 by 2 ആണ്. അതിനാൽ തന്നെ സ്ക്വയർ റൂട്ട് ഓഫ് 4 ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആയിരിക്കും. ഇനി 8 raised to 1 by 3 ആണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. 8 raised to 1 by 3. ഇപ്പോൾ ഇവിടെ 3 ആണുള്ളത്, 1 by 3 ആണ്. അപ്പോൾ അതിനാൽ തന്നെ ക്യൂബ് റൂട്ട് ഓഫ് 8 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏത് സംഖ്യ 3 പ്രാവശ്യം ഗുണിച്ചാലാണ് 8 വരുന്നത്? 2 into 2 into 2 ആണ് 8 വരുന്നത്. അപ്പോൾ നമുക്ക് അതും 2 തന്നെയാണെന്ന് കിട്ടും. ഇനി നമുക്ക് 16 raised to 1 by 4 ആണെന്ന് വിചാരിക്കാം. 16 raised to 1 by 4 ആണെങ്കിൽ 4th റൂട്ട് 4 16 is equal to 16 എന്ന് പറയുന്നത് ഏത് സംഖ്യ 4 പ്രാവശ്യം ഗുണിക്കുന്നതാണ്? 2 into 2 into 2 into 2 2 into 2 4 4 into 2 8 8 into 2 16. അപ്പം നമുക്ക് ഈ ഒരു കാര്യങ്ങൾ മറക്കാതെ നമ്മൾ മനസ്സിലിരിക്കേണ്ട കാര്യമാണ്. a raised to, അതായത് പവർ 1 by 2 ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് എ ആയിരിക്കും. പവർ 1 by 3 ആണെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് എ ആയിരിക്കും. പവർ 1 by 4 ആണെങ്കിൽ 4th. അതുപോലെ ഏതാണെങ്കിലും അതങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. മെയിനായിട്ട് 1 by 2 1 by 3യുടെ കേസ് നമ്മൾ ഉറപ്പായിട്ടും ഓർത്തിരിക്കേണ്ടതാണ്. അപ്പം ഇതൊക്കെയാണ്
ബേസിക്കലി എക്സ്പൊണൻസ് എന്ന ഭാഗത്തുനിന്ന് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ ഇതൊക്കെയാണ്. ഇത് അറിഞ്ഞിരുന്നാലേ ഉള്ളൂ നമുക്കിതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയുള്ള വീഡിയോസിൽ ഇതിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പം ഈ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ചോക്ക് ബോർഡ്. ഗുഡ് ബൈ.